വ്യത്യസ്തങ്ങളായ കൃഷിയും കർഷകരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഞാനും എൻ്റെ സുഹൃത്ത് ഷിനുവുമായുള്ള യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഊട്ടിയിലാണ്. ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, വെളുത്തുള്ളി, മുള്ളങ്കി അതുപോലത്തെ കൃഷികളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ ക്യാരറ്റാണ് വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കൊത്തെന്ന് പറയുന്ന ഉപകരണം. ഇത് ക്യാരറ്റ് വിളവെടുക്കാനും ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വിളവെടുക്കാൻ ഒന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംപ്ലിമെന്റ് ആണ്. ഇവിടുത്തെ കൃഷി രീതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണാണ്. നല്ല ജൈവസമ്പന്നമായ മണ്ണ്. ഇപ്പം കൃഷി ചെയ്ത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നല്ല കറുത്ത, നല്ല ബലപുഷ്ടമുള്ള, നല്ല ജൈവാംശമുള്ള, നല്ല അടിപൊളി സൂപ്പർ മണ്ണാണ്. അപ്പോൾ ഈ മണ്ണിൽ എന്ത് നട്ടാലും അടിപൊളിയായിട്ട് വിളവ് കിട്ടുമെന്നതാണ് ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയാൻ നന്നായിട്ട് ഒരു മണ്ണൊരുക്കാറുണ്ട്. മണ്ണിന്റെ pH ഒക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി ലൈം മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് മണ്ണിൽ ചേർക്കാറുണ്ട്. പിന്നെ നിലമൊരുക്കൽ എന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയായിട്ടുള്ള നിലമൊരുക്കലാണ്. നമ്മളെ പോലെയല്ല, നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ ഒരു വിളയ്ക്ക് അനുസൃതമായി ഒരു വിളയിൽ നിന്ന് എത്രമാത്രം വിളവ് കിട്ടും അതിനനുസൃതമായിട്ടുള്ള നല്ല ചിട്ടയായിട്ടുള്ള മണ്ണൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ക്യാരറ്റ് അടുത്തത് പ്ലാന്റ് ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം കണ്ടത് ക്യാരറ്റ് വിളവെടുപ്പാണ്. അടുത്ത ഘട്ടം അവിടെ ക്യാരറ്റ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ചേച്ചിമാരൊക്കെ അതിന്റെ പണിയിലാണ്. അതിന്റെ അടുത്ത വിത്തുകളിലാണ് വർക്കർ വരുന്നത്. വിത്തുകളിലാണ് ഒരു വിത്താണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഇത് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ക്യാരറ്റിന്റെ വിത്ത്. കർഷകരുടെ സ്നേഹോപകാരവുമായിട്ട് തൽക്കാലം നമ്മൾ ഇവിടുന്ന് പിൻവാങ്ങുകയാണ്. ഒരിക്കലും നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. കർഷകരെയും നല്ല വ്യത്യസ്ത കൃഷിയെയും കാണാൻ വേണ്ടി നമ്മുടെ യാത്ര തുടരുകയാണ്. അടുത്ത പോയിന്റിൽ കാണാം. ഓക്കെ.